നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അമിതമായിട്ടുള്ള വിയർപ്പ്, ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ബുദ്ധിമുട്ട്? നമുക്ക് ഒരാൾക്ക് ഷേക്കൻഡ് കൊടുക്കാനായിട്ട് മടി വരിക. നമുക്ക് എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ശരീരം മൊത്തം വിയർത്ത് ആ വിയർപ്പ് നമുക്ക് പുറമേ നിന്ന് ആളുകൾക്ക് വിസിബിൾ ആവാനായിട്ട് തുടങ്ങും. അതുപോലെ നമ്മളും സ്വയം അൺകംഫർട്ടബിൾ ആകുന്ന ഒരു ഫീലിംഗ്. അതുപോലെ തന്നെ പരീക്ഷാ ഹാളില് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് എഴുതുന്ന സമയത്ത് ആ ഒരു വിയർപ്പ് തുള്ളികള് പേനയുടെ ഒപ്പം തന്നെ ആ പേപ്പറിലേക്ക് വീണ് തുടങ്ങുക. അതുമൂലം നമ്മളിപ്പോ ടൗബിൽ വെച്ച് ഒപ്പി അത് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു രീതിയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂസോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങ് വിയർത്ത് അതുപോലെ ഒരുപാട് അങ്ങ് അൺകംഫർട്ടബിൾ ആയി ദുർഗന്ധമുള്ള ചിലവരിൽ ദുർഗന്ധമുള്ള വിയർപ്പ് വരുന്നതായിട്ട് കാണാം, ചിലവരിൽ ദുർഗന്ധം ഇല്ലാത്ത വിയർപ്പായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അമിതമായിട്ടുള്ള വിയർപ്പ്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പൊ ഇതിന് പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഇതിനൊരു കുറവും പല ആളുകളിലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിനെ വളരെ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കും. ഇതിന്റെ കാരണം വാതപിത്ത കഫദോഷങ്ങളുടെ ഒരു ആധിക്യമാണ്. അപ്പൊ വാതദോഷത്തിന് പറയുന്ന സമയത്ത് നമുക്കറിയാം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം ഇതിനുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ബന്ധവും ഇതിനുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസ കാലഘട്ടത്തിൽ ഒരു ഒക്ടോബർ നവംബർ ഇപ്പൊ കൂടുതൽ പേഷ്യൻസ് പറയുന്ന ഒരു സമയമാണത്. ആ സമയത്ത് സ്കിന്ന് വന്നിട്ട് കുറച്ച് നല്ല രീതിയിൽ ഡ്രൈ ആവും. അതുപോലെ തന്നെ സ്കിന്ന് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നല്ല രീതിയിൽ അമിതമായിട്ടുള്ള വിയർപ്പ് അടിയാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് വിസിബിൾ ആയിട്ട് കാണുന്നതായിട്ട് കാണാം. അതുപോലെ വാദം റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ നമുക്ക് കൂടുതലായിട്ട് കാണിക്കും. ഇത് പലപ്പോഴും പല കോംപ്ലിക്കേഷൻസിലേക്ക് പിന്നീട് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ വാദത്തിന്റെ ഒരു ആധിക്യം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവും ഇതിൽ വരാറുണ്ട്. അതായത് നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷനും അമിതമായിട്ടുള്ള ആൻസൈറ്റിയും അതുപോലെ തന്നെ ദേഷ്യം അതുപോലെ തന്നെ സ്ട്രെസ് അമിതമായിട്ടുള്ള സന്തോഷം ഇതെല്ലാം നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. അതുപോലെ പെട്ടെന്ന് ചൂടും തണുപ്പിലേക്കും ചൂടിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്ക് കിടക്കുക, അതുപോലെ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കൂടുതൽ നേരം എ സിയിൽ ഇരിക്കുക, കൂടുതൽ നേരം തണുത്ത ഒരു കാലാവസ്ഥയിൽ കഴിയുക, അല്ലെങ്കിൽ കൂടുതൽ നേരം ചൂടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടി വരിക, ഇതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ തന്നെ നമുക്ക് ഉറക്കമിളപ്പ്, അതുപോലെ കൂടുതലായിട്ട് എന്തെങ്കിലും കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് വരുന്ന ദേഷ്യം, പേടി, ഇതൊക്കെ നമുക്ക് ഇത്തരം അവസ്ഥകളിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഈ സാഹചര്യത്തിൽ ഒഴിവാക്കണം എന്നുള്ളത് നമുക്ക് ഇനി പറയാം. ഇത് വാത സംബന്ധമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പരിപ്പ്, കടല, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങള്, അപ്പൊ അത്തരം കിഴങ്ങ് വർഗ്ഗങ്ങള്, പരിപ്പ്, പയറുവർഗ്ഗങ്ങള്, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, കോളകള്, അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിലുള്ള കുളി, ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ പിത്തദോഷത്തിന്റെ ആധിക്യവും ഇതിന്റെ ഒരു കാരണമാണ് അല്ലെ. അപ്പൊ പിത്തദോഷം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? ശരീരത്തിൽ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ ചൂട് കൂടുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പൊ ചൂട് കുറയ്ക്കാനായിട്ട് നമ്മൾ ശരീരത്തിൽ ചെയ്യേണ്ടത് അച്ചാറുകളൊക്കെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അച്ചാറിൽ 4 തരത്തിലുള്ള ഒരു ദോഷങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എണ്ണ അമിതമായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ എരിവ്, പുളി എന്നുള്ള ഒരു രസം വരുന്നുണ്ട്. എരിവ്, പുളി, ഓയില്, അതുപോലെ തന്നെ ഉപ്പ്, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് അച്ചാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ചാറിന്റെ ഉപയോഗം പാടെ കുറയ്ക്കണം ഇത്തരം അവസ്ഥകളുള്ളവര്. പിന്നെ അതുപോലെ തന്നെ തൈര് ദഹനത്തിന് ശേഷം ചൂടാണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ തൈര് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അതുപോലെ എണ്ണ പലഹാരങ്ങള്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ വറുത്ത് കോരിയിട്ടുള്ള കാര്യങ്ങള്, പിന്നെ അതുപോലെ റെഡ് മീറ്റ്, കോഴിമുട്ട, ഇതൊക്കെ നമ്മൾ ചൂടുണ്ടാക്കുന്നത് കൊണ്ട് അതും ഉപേക്ഷിക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ, ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിന് മരുന്നുകളുണ്ട്, എന്തൊക്കെ ഔഷധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഇത്തരം പഥ്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഔഷധങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില മെഡിറ്റേഷൻസും അതുപോലെ ബ്രീത്തിങ് എക്സസൈസും പ്രാണയാമ പോലത്തെ എക്സസൈസും അതുപോലെ കൃത്യസമയത്ത് ഉറങ്ങുക. ആ ഉറങ്ങുന്ന സമയം 6 to 8 hours നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക. അതുപോലെ നന്നായി പ്രാർത്ഥിക്കുന്നതും, പ്രയർ നല്ലൊരു നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശാന്തമാക്കുന്ന അല്ലെങ്കിൽ ആ സ്ട്രെസ് ഒക്കെ കുറയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട്
ഗുണം ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുക, കൃത്യമായ പ്രോപ്പർ ഡയറ്റിലേക്ക് മാറുക, വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഒരു ഒറ്റമൂലി നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിൽ പഴുത്ത പ്ലാവില കിട്ടുമെങ്കിൽ പഴുത്ത പ്ലാവിലയും അതുപോലെ പുളിയിലയും ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ രണ്ട് കൈയിന്റെ അത്ര എന്താ പറയാ 2 പിടി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. 2 പിടിയൊക്കെ നമുക്ക് 2 ഇലകളും 2 പിടി വേണം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് അത് നമുക്ക് ചെറിയ ചൂടോടുകൂടി നമുക്ക് എന്ത് ചെയ്യണം, പിണ്ടതൈലം വേണം. അപ്പൊ പിണ്ടതൈലം മേടിച്ച് നമ്മുടെ കൈകളിലാണ് ഈ ബുദ്ധിമുട്ടുള്ളത് വെച്ചാൽ കൈകളിൽ തേക്കാം, കാലുകളിലാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കാലുകളിൽ തേച്ച് നന്നായി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൽ കുറച്ചു നേരം ഇറങ്ങി വെക്കുക. കൈ ആണെങ്കിൽ മുക്കി വെക്കുക, കാലുകളാണെങ്കിൽ കാലുകൾ അതിൽ ഇറക്കി കുറച്ചു നേരം ഒരു 15 തൊട്ട് 20 മിനിറ്റ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ആ ചണ്ടി മാറ്റിയിരിക്കണം കേട്ടോ, ഞാൻ മറന്നു പറയാനായിട്ട്. ചണ്ടി നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ചണ്ടി നമ്മൾ മാറ്റി കൈകാലുകൾ കുറച്ചു നേരം അതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മളത് എടുത്ത് മാറ്റുക. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു വേർപ്പ് കുറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് ഒരു എന്താ പറയുക, ഇതൊരു പൊടിക്കൈ അല്ലെങ്കിൽ ഒരു ടിപ്പ് മാത്രമാണ്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, അവർ ഉള്ളിലേക്ക് മരുന്ന് സേവിക്കേണ്ടതും കൂടിയാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനാവശ്യമായ ഔഷധം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് കാണാം. അപ്പൊ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.